നമസ്കാരം. സിൽവർ ഫെദർ ടാരോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു 7 കാർഡ്, 7 ദിവസത്തേക്ക് 7 കാർഡ് എടുക്കാം. Seven of Pentacles, Six of Swords, Seven of Swords, Tower, Star, Nine of Pentacles, World. ബോട്ടം ഓഫ് എനർജി ലവേഴ്സാണ്. ഇതിൽ മെയിനായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പാണ് തോന്നുന്നത്. നിങ്ങൾ കുറേ നാളുകളായിട്ട് പലരും ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ വെയിറ്റ് ചെയ്ത് മടുത്ത് അവസാനം നിങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് കുറച്ച് കാം ആൻഡ് ക്വയറ്റായ ഒരു ലൈഫ് തേടി പോകുന്നതായിട്ടാണ് കാണുന്നത്. സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി അതാണ് കാണുന്നത്. വെയിറ്റിംഗ് നിങ്ങൾ അവസാനിപ്പിച്ചു. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊരു പുതിയ ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പാസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നീങ്ങാനൊക്കെ തീരുമാനം എടുത്തിരിക്കുകയാണ് നിങ്ങളൊരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. കുറേ നാളായ ചീറ്റിങ്ങിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു ടോട്ടൽ എൻഡിങ് ആയിട്ടാണ് ഈ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിനും ആ ഒരു പ്രതീക്ഷകൾക്കും ഒരു ടോട്ടൽ എൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു എൻഡിങ് നിങ്ങളുടെ നല്ലതിനായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായത്, നിങ്ങളുടെ വളർച്ചയ്ക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ ടവറിന് ശേഷം വരുന്നത് സ്റ്റാറാണ്. വളരെയധികം പ്രതീക്ഷകളാണ് നിങ്ങളുടെ എല്ലാ വിധത്തിലും, നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് പ്രതീക്ഷകളാണ് ഈ ഒരു ടവർ മൊമെൻറ്റിന് ശേഷം വരുന്നത്. നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കോ ഡിപ്പെൻഡൻസിയൊക്കെ മാറ്റി നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ സ്വന്തമായി ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സൈക്കിളിൻ്റെ, ഒരു ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൻ്റെ ഒരു എൻഡിങ് ഫേസ്, ഒരു കംപ്ലീഷൻ, ഒരു പൂർത്തീകരണം ആയിട്ടാണ് കാണുന്നത്. ഈ ലവേഴ്സ് എനർജി ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരാഴ്ചയിലുള്ളിൽ ഏകദേശം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരാഴ്ചത്തെ എനർജിയാണ്. നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത് അത് തൊട്ടുള്ള ചെറിയ കാലഘട്ടത്തിലുള്ള ഒരു എനർജിയാണ് ഇത് കാണുന്നത്. മറ്റൊരു ഡെക്ക് കൂടി എടുത്ത് നോക്കാം. ഫ്ലൂട്ട് വന്നിട്ടുണ്ട്. ഡിസപ്പോയിൻമെൻറ്റ് ഇൻ എ ഫ്രണ്ട് ഓർ ലവർ. നമ്മൾ പറഞ്ഞതിനുള്ള കൺഫർമേഷനാണിത്. നിരാശാജനകമായ ഒരു റിലേഷൻഷിപ്പാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യു വിൽ ബി ടേക്കൺ കെയർ ഓഫ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. സ്റ്റാഫ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായാലും നിങ്ങൾക്ക് അത് തരണം ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും.
ചെയർ എംപ്റ്റി, സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. അതായത് ഒരാൾ നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ ഫ്രണ്ടാവാം, ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് വളരെ ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റുവേഷൻസ് ഇൻ ദ ബാലൻസ് ദാറ്റ് റിക്വയർ കെയർഫുൾ ഹാൻഡ്ലിങ്. നിങ്ങളോട് ഈ സിറ്റുവേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം ഹാൻഡിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫിംഗർ വാണിംഗ് യു ഓഫ് എ പ്രോബ്ലം എയ്തർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഒന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ അവെയറായി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. ആരോ നിങ്ങളെ ഒന്നുകിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ചതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സൗഹൃദത്തിൽ ചതിക്കുന്നുണ്ട്. സ്നേഹം നടിച്ച് കൂടെ കൂടി പിന്നിൽ നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുന്ന ആരോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഷ്യൂർനെസ് ആൻഡ് റിസോഴ്സ്ഫുൾനെസ് എസ്പെഷ്യലി ഇൻ ബിസിനസ്. പ്രത്യേകിച്ച് ഇത് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള കുറച്ച് പേർക്കുള്ളൊരു വാണിംഗ് ആണ്. നിങ്ങളുടെ കൂടെയുള്ള ആരോ നിങ്ങളെ ചതിക്കുന്നുണ്ട്, അതൊന്ന് അവെയർ ആയിരിക്കുക. അത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് നല്ലൊരാഴ്ച ആശംസിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.